ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ക്രമക്കേടിനെതിരെ കേരള കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ വാഹന പ്രചരണ ജാഥ പര്യടനം ആരംഭിച്ചു. ചിന്നാർ 4-ാം മൈലിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ആന്റണി ആലഞ്ചേരി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2015-2020 കാലഘട്ടത്തിൽ ലൈഫ് മിഷനിൽ നടത്തിയ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും അനർഹമായി വീട് വാങ്ങിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അവരിൽ നിന്ന് പലിശ സഹിതം പണം തിരികെ പിടിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി സമര പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ശക്തമായ സമരം നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് പ്രതിഷേധ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഉപ്പുതറ ആശുപത്രിയിലുള്ള അവഗണനയാണ് ജാഥയുടെ രണ്ടാമത്തെ ആവശ്യം. ജാഥ 18 വാർഡുകളിലും പര്യടനം നടത്തുന്നുണ്ട്. ജാഥയുടെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഉന്നതാധികാര സമിതി അംഗം ആന്റണി ആലഞ്ചേരി നിർവഹിച്ചു. ഇത്രമാത്രം അരാജകത്വം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് കൂടി നമുക്കൊന്ന് ആലോചിക്കണം. അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം തമിഴ്നാടിന്റെ വികസനത്തിന് വേണ്ടി എത്ര കാര്യപ്രദമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്താ കെടുകാര്യസ്ഥതയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുഖ്യ അജണ്ട. അതുപോലെ തന്നെ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന കാര്യത്തിൽ അഴിമതി നടത്തുന്ന കാര്യത്തിലും യാതൊരു കൂസലുമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ജനങ്ങളെ കുറിച്ചല്ല, ചില പ്രത്യേക താല്പര്യങ്ങൾ. 18 വാർഡുകളിലും പര്യടനം പൂർത്തിയാക്കി വൈകിട്ട് 5-ന് ജാഥ ഉപ്പുതറയിൽ സമാപിക്കും. ജാഥയിൽ ജില്ലാ മണ്ഡലം നേതാക്കൾ സംസാരിക്കും. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CT ആമോസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം സാബു വേങ്ങവേലി മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ ബിനു ജോൺ, PM തോമസ്, ജേക്കബ് പനന്താനം, ജോസ് കുമ്പുങ്കൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.